പാലക്കാട് മലമ്പുഴ ഡാം ഉദ്യാന നവീകരണം അനന്തമായി നീളുന്നതിൽ പ്രതിഷേധവുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും മലമ്പുഴ ആക്ഷൻ കൗൺസിലും 3 മാസം കൊണ്ട് നവീകരണം പൂർത്തിയാക്കാമെന്ന് പറഞ്ഞ് ഉദ്യാനം അടച്ചിട്ടിട്ട് 1 വർഷമായിട്ടും യാതൊരു പ്രവൃത്തിയും ചെയ്തില്ല എന്ന് വ്യാപാരികൾ ആരോപിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ 75 കോടിയിലേറെ രൂപ അനുവദിച്ചതോടെയാണ് മലമ്പുഴ ഡാം ഉദ്യാന നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. സംസ്ഥാന സർക്കാർ കേന്ദ്ര ഫണ്ടിലുള്ള ഡാം നവീകരണം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ ഏൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ 3 മാസത്തിനകം നവീകരണം പൂർത്തിയാക്കി തുറക്കാമെന്ന് ഉറപ്പു നൽകി അടച്ചിട്ട ഉദ്യാനം 1 വർഷമായിട്ടും യാതൊരു നവീകരണ പ്രവർത്തനങ്ങളും നടത്തിയില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ കാട് കയറി നശിക്കുകയാണെന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും മലമ്പുഴ ആക്ഷൻ കൗൺസിലും പറയുന്നത്. ഇപ്പോൾ ഇത് കാടായി കിടക്കുന്നു, അവിടെ കാട് പിടിച്ചു കിടക്കുന്നു ഉദ്യാനം. അത് ഒരു ബാഹ്യമായെങ്കിലും അത് വൃത്തിയാക്കി തുറന്നു കൊടുക്കണമെന്നൊരു ചിന്ത ഒരു ഉദ്യോഗസ്ഥ മേഖലകളിൽ നിന്നും ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, നിരന്തരമായി ഞങ്ങൾ വിവരാവകാശപ്രകാരം കൊടുക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി തരാൻ ഒരു ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഉദ്യാനം അടഞ്ഞുകിടക്കുന്നതിനാൽ വ്യാപാരം നിലച്ചുവെന്നും ഓട്ടോ ടാക്സി തൊഴിലാളികൾ ഉൾപ്പെടെ പട്ടിണിയിലാണെന്നും മലമ്പുഴ ഉദ്യാനത്തിന് മുന്നിൽ പ്രതിഷേധിച്ച വ്യാപാരി വ്യവസായികൾ പറഞ്ഞു. ഇവിടെ വരുന്ന ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾ, അത് അവരെ കൊണ്ടുവരുന്ന ട്രാവൽസ് വാഹനങ്ങൾ, ഇവിടെ ഉപജീവനം നടത്തുന്ന ഓട്ടോറിക്ഷകൾ, ഇവിടെ ജീവിക്കുന്ന ടാക്സികൾ, മറ്റ് ഇതുമായി അനുബന്ധിച്ച് നിൽക്കുന്ന മലമ്പുഴയിലെ വിവിധമായ മേഖലയിൽ നിൽക്കുന്ന പലതരത്തിൽ ജീവിക്കുന്ന ആളുകൾ, ഇവരെല്ലാം ഈ 1 വർഷമായി അവരുടെ വരുമാനം മുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഈ 1 വർഷമായിട്ടും യാതൊരു പണിയിലും ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്നത് നമുക്കുള്ള നേർക്കാഴ്ചയാണ് നമ്മുടെ പുറകിൽ കാണുന്നത്. അടുത്ത മാസമാണ് മലമ്പുഴ ഉദ്യാനം നവീകരണത്തിനായി അടച്ചിട്ട് 1 വർഷം പൂർത്തിയാവുന്നത്. തൽസ്ഥിതി തുടരുകയാണെങ്കിൽ മലയാളികളുടെ അഭിമാനവും അഹങ്കാരവുമായ മലമ്പുഴ ഉദ്യാനം അടുത്തൊന്നും തുറക്കാൻ സാധ്യതയില്ല. ജനം, പാലക്കാട്.